ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. ഹലോ, വെൽക്കം ടു കീസ് ഗാലറി. വയലൻസ് വയലൻസ് വയലൻസ്, സ്കൂളിൽ വയലൻസ്, കോളേജിൽ വയലൻസ്, വീട്ടിൽ വയലൻസ്, നാട്ടിൽ വയലൻസ്, സർവത്ര വയലൻസ്. മൊത്തം ഇപ്പോൾ വയലൻസ് ആണല്ലോ താരം അല്ലേ? സിനിമ കണ്ടിട്ട് അത്രേ എല്ലാവരും വയലൻസിലോട്ട് പോകുന്നത്. ആണോ? അത് ശരിയാണോ? എല്ലാവരും സിനിമയെ മാത്രം കുറ്റം പറയണോ? അങ്ങനെയാണെങ്കിൽ വയലൻസ് ഇല്ലാത്ത നല്ല മൂവികൾ വരുന്നുണ്ടല്ലോ, അതൊന്നും ആരും അനുകരിക്കുന്നില്ലല്ലോ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിലല്ലേ ചെറിയൊരു പ്രശ്നമുള്ളത്. ഒരു പരിധി വരെയും സിനിമ നമ്മളെ സ്വാധീനിക്കും, ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മുൻപത്തെ പോലെയല്ല. ഇന്ന് എൻ്റർടൈൻമെൻറ്റായി കാണാനുള്ള ഒരു സെൻസ് ആൾക്കാർക്ക് ഉണ്ട് അല്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലാവില്ലേ, ഒരു സിനിമയിൽ ഒരു നായകൻ അല്ലെങ്കിൽ നായികയോ ആരോ അവിടെ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്, അത് റിയാലിറ്റി അല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ലേ? എന്തെങ്കിലും ആവട്ടെ, നമ്മളുടെ ടോപ്പിക് അതല്ല കേട്ടോ. വയലൻസിനെ കുറിച്ചൊക്കെ ഇന്നലകളിൽ ചർച്ച ചെയ്യുന്നു, ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, നാളെയും ചർച്ച ചെയ്യും. അതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അത്ര വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലിയ കുട്ടികൾ സിനിമയൊക്കെ കണ്ടിട്ടായിരിക്കും അവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുന്നതും ചിലപ്പോൾ അവർ തെറ്റുകളിലേക്ക് പോകുന്നതും എല്ലാം. പക്ഷേ ചെറിയ കുട്ടികളുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? ഞാൻ പറയുന്നത് ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് കേട്ടോ. അതായത് എൻ്റെ മകൻ ഉൾപ്പെടുന്ന ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾ, 10 വയസ്സ് വരെയുള്ള കുട്ടികൾ. മുൻപത്തെ കുട്ടികളെ പോലെയാണോ ഇപ്പോൾ കുട്ടികളുടെ ഒരു ബിഹേവിയർ വരുന്നത്? ഈ വിഷയം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളൊരു ഡോക്ടറാണോ കൗൺസിലറാണോ? ഇതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കാം. അല്ല, ഇതൊന്നും അല്ല. പക്ഷേ ഞാൻ ഒരു കുട്ടിയുടെ പാരൻ്റാണ്, ഒരു 8.5 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. ഒരു കുട്ടിയുടെ വളർച്ചയും അവരുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഏറ്റവും അടുത്ത് നിന്ന് അറിയാൻ പറ്റുന്നത് അവരുടെ അമ്മമാർക്ക് തന്നെയായിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനിത് പറയുന്നത് കേട്ടോ. പൊതുവേ ഇപ്പോൾ ഒരു 10 വയസ്സ് വരെ, എനിക്ക് അത്രയും വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ, ഏജ് കാറ്റഗറി. അപ്പോൾ ഈ 10 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ഭയങ്കര വാശിയും ദേഷ്യവും ഒക്കെയാണ്. ഒരു കാര്യത്തിനും നമുക്ക് നിർബന്ധിക്കാനോ ഒരു പരിധി കൂടുതൽ വഴക്ക് പറയാനോ ഒന്നും പറ്റില്ല. അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, അവർ പിണങ്ങിയിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഈ ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഒരു കുട്ടിയുടെ മാത്രം കാര്യമല്ല. ഞാൻ കുറേ പാരൻസിനോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇതിനെപ്പറ്റി. കാരണം നമ്മളുടെ കുട്ടിക്ക് മാത്രമാണോ ഈ പ്രശ്നമുള്ളതെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ള പാരൻസിനോടും എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല. ഏകദേശം എല്ലാ കുട്ടികളും, എസ്പെഷ്യലി ബോയ്സ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവരെ ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇവർ കാണുന്ന കാർട്ടൂൺസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു പ്രായത്തിൽ അവർക്ക് വേറെ മറ്റു കാര്യങ്ങളൊന്നും അവരെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവർ മെയിൻലി കോൺസെൻട്രേഷൻ കൊടുത്ത് കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കാർട്ടൂൺസാണ്. അതിപ്പോൾ നമ്മൾ ചെറുതായിരുന്ന സമയത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മളും കാർട്ടൂൺസിൽ ഒരുപാട് അഡിക്റ്റഡ് ആയിരുന്നില്ലേ? പൊപ്പോയ് ദ സെയിലർ കണ്ട് ചീര കഴിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ. പക്ഷേ അന്നത്തെ കാർട്ടൂൺസിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം പറഞ്ഞു തരാനുണ്ടായിരുന്നു. എൻഡ് ഓഫ് ദി സ്റ്റോറി ഒരു മോറൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇന്നത്തെ കാർട്ടൂണുകൾ അങ്ങനെയല്ല. ഒന്നാമത്തത് ഇപ്പോൾ എന്താ പറയുക, മെഗാ പരമ്പര പോലെ ഇങ്ങനെ നീണ്ടു പോകുന്ന കാർട്ടൂൺസ്. അതുമല്ല, അവർക്ക് എന്താണ് അവർ കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ വലിയ പിടുത്തില്ല തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോഴത്തെ കാർട്ടൂൺസ്. ഈ ഡോറയൊക്കെ കാണുന്ന കുട്ടികളുടെ പാരൻസിന് അറിയാൻ പറ്റും അല്ലേ? അവർ എന്താ പറയുക, കാർട്ടൂൺ കാണുന്നതിനോടൊപ്പം തന്നെ അതിലെന്തെങ്കിലും കൗണ്ട് ചെയ്യണമെങ്കിൽ കൗണ്ട് ചെയ്യും, കളേഴ്സ് പറയണമെങ്കിൽ കളർ പറയും, എല്ലാം ചെയ്യും. പിന്നെ അത് മാത്രമല്ല, അവരത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു പ്രത്യേക രീതിയിൽ താങ്ക്സ് ഒക്കെ പറയും നമ്മളോട്. അതൊക്കെ അവർ പഠിക്കുന്നത് ഇതുപോലുള്ള കാർട്ടൂൺസൊക്കെ കണ്ടിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ ചോട്ടാ ഭീമും പിന്നെ എന്താ പറയുക, ലിറ്റിൽ സിംഗം, അങ്ങനത്തെ കുറച്ച് നല്ല കാർട്ടൂൺസും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ കാർട്ടൂൺസ് കുട്ടികൾക്ക് അത്ര നല്ല കാർട്ടൂൺസ് അല്ല. കുറച്ചെണ്ണത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഈ ഓഗി ആൻഡ് ദ കോക്രോച്ചസ്, പിന്നെ ഗ്രിസി ആൻഡ് ദ ലെമ്മിങ്സ്, അങ്ങനത്തെ കുറച്ച്
സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കാർട്ടൂൺസ് ഉണ്ട്. അതൊക്കെ സൗണ്ട് ഇല്ലാതെ വെച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമാണ്. ഒരു കരടിയും ഒരു ലെമിങ്സും കൂടിയിട്ട് ഓടി കളിക്കുന്നു, പിന്നെ അതുപോലെ ഒരു പൂച്ചയും കോക്രോച്ചുകളും കൂടെ ഓടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതൊക്കെ സൗണ്ട് ഇല്ലാതെ കാണാൻ രസമാണ്. പക്ഷേ അതിൽ മലയാളത്തിലോട്ട് അതിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻ വരുന്ന സമയത്ത് ഭയങ്കര മോശമാണ് അത് കേൾക്കാൻ. കുട്ടികൾക്ക് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതിൽ പറയുന്നത് മുഴുവൻ. അവർ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസ് ആണെങ്കിലും ഒരു പറയുന്ന ശൈലിയാണെങ്കിലും ഒന്നും ഒരു തരത്തിലും അത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിലെല്ലാം കാണിക്കുന്നത് വെറും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതും അങ്ങനെയൊക്കെയാണ്. മിക്കവാറും കുട്ടികളുടെ അടുത്ത് എന്ത് കളിക്കാനാണ് ഇഷ്ടം? അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിക്കുന്നത്. അവർ അതല്ലേ കാണുന്നത്, അപ്പോൾ പിന്നെ അവർക്ക് അതായിരിക്കുമല്ലോ. പിന്നെ കുറച്ച് കാർട്ടൂൺസ് ഉണ്ട്, എന്താ പറയുക, സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികൾ, ടീച്ചേഴ്സിനെ ബഹുമാനിക്കാത്ത കുട്ടികൾ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് വരുന്ന കുറേ കാർട്ടൂണുകളും ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സൂപ്പർ ഹീറോസും അതുപോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഒന്നും സ്കൂളിൽ പോയിട്ടില്ലല്ലോ, ഇപ്പോൾ അവരൊക്കെ ടി വിയിൽ വന്നില്ലേ, പിന്നെ ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ട് സ്കൂളിൽ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അവർ അങ്ങനെയാണല്ലോ കാണുന്നത്. സ്കൂളിൽ പോയില്ലെങ്കിൽ പ്രശ്നമില്ല, പഠിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സൂപ്പർ പവേഴ്സൊക്കെ കിട്ടുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ സൂപ്പർ പവേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് സ്കൂളിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അതിൽ നിന്ന് അതല്ല, നമുക്ക് സ്കൂളിൽ പോയി പഠിക്കണം എന്നൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെക്കാളും അവർ കാണുന്ന ക്യാരക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് കുട്ടികൾ കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുന്നതാണ് നല്ലത്, സ്കൂളിൽ പോകാത്തതാണ് നല്ലത്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നതിൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാർട്ടൂണുകളൊക്കെ നമ്മുടെ കുട്ടികളുടെ ബിഹേവിയറിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അടി, അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ കാണുന്നതും. അതുപോലുള്ള വലിയ വലിയ വാക്കുകളൊക്കെയാണ് കേൾക്കുന്നത്. അവരതൊക്കെയാണ് മൈൻഡിലേക്ക് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു കാർട്ടൂൺസ് ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധി വരയ്ക്ക് കുട്ടികളുടെ വാശിയും ദേഷ്യവും കുറയ്ക്കാൻ പറ്റുമെന്ന്. അതിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാരൻസിന് കുട്ടികൾക്ക് കൊടുക്കാൻ സമയമില്ല എന്ന് വേണം കരുതാൻ. മോസ്റ്റ് ഓഫ് ദ പാരൻസ് വർക്കിംഗ് ആണ്. പിന്നെ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി നോക്കി നമ്മളുടെ നിവർത്തികേടാണ് അവർക്ക് കൊടുക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളത് നമ്മളുടെ നിവർത്തികേടാണ്. അപ്പോൾ മിക്കവാറും കുട്ടികൾ ടി വി അല്ലെങ്കിൽ ഫോണിനെയൊക്കെ ആശ്രയിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ പണ്ടത്തെ പോലെ കുട്ടികൾക്ക് പുറത്ത് പോയി കളിക്കാനുള്ള ഒരു സാഹചര്യമോ എന്താ പറയുക, പറമ്പിലും പാടത്തെല്ലാം ഓടിക്കളിക്കാനോ അല്ലെങ്കിൽ മുറ്റത്തിറങ്ങി കളിക്കാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടണില്ല. അവർ കൂടുതലും ചിലവഴിക്കുന്നത് ഫോണിലും ടി വിയിലൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അതിന് കുറേ മാറ്റം വരണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ ഉറപ്പായിട്ടും ബാധിക്കും. ഇതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻസ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരയ്ക്ക് അവരുടെ ക്യാരക്ടറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും തിരുത്തുക. പിന്നെ നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാം നമ്മളുടെ ചാനലിൽ ഒരേ കാറ്റഗറിയിലുള്ള വീഡിയോസ് അല്ല ഇടുന്നത്, പലതരത്തിലുള്ളതാണ്. അപ്പോൾ മറ്റൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആയിട്ട് വേഗം തിരിച്ചു വരാം. അതുവരേക്കും ബൈ.